നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമുക്ക് ഇന്ന് ന്യൂസ്പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ സ്വെൽ വേവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വരുന്ന ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ട് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ഓക്കെ, സോ സെക്കൻഡ് ടോപ്പിക്, ദിസ് ഇസ് എ ഇയർ ടു ഗെറ്റ് ദ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ DNA ക്ലാസ്സുകളിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക് ബേസിക്കലി ഓവറോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. സോ ഈ ആർട്ടിക്കിൾ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ബോത്ത് പ്രിലിംസിനും അതേപോലെ തന്നെ മെയിൻസ് റിലേറ്റഡും ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ തേർഡ് വൺ, ഇന്ത്യ പ്രസ് ഫ്രീഡം സ്കോർ ഫെൽ ഓവർ ദ ലാസ്റ്റ് ഇയർ സീസ് റിപ്പോർട്ടേഴ്സ്. ഒരു ഇൻഡെക്സ് ആണ് ബേസിക്കലി ഇന്ത്യ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സ്കോർ ബേസിക്കലി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെക്കാളും കുറച്ചൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്നു. സോ ഇത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത്, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് പ്രസ് ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പം എന്തൊക്കെ ചലഞ്ചസ് ആണ് ഓവറോൾ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ ഈ പറഞ്ഞ പോലെ പ്രസ്സുകൾ മീൻസ് ഈ പറഞ്ഞ പോലെ മീഡിയാസ് ഒക്കെ തന്നെ ഫേസ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ മറികടക്കാൻ തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബോത്ത് അതുകൊണ്ട് തന്നെ പ്രിലിംസിനും അതേപോലെ മെയിൻസിനും ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റയാണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, അതിനകത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ടും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെയായിരിക്കും ഡിസ്കഷൻ പോകുന്നത്. സോ ലാസ്റ്റ് നമ്മൾ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു MCQ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ 4 ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു MCQ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സെഷൻ മുഴുവൻ അറ്റൻഡ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ആ MCQ ഈ പറഞ്ഞ പോലെ ചെയ്യാനും കൂടെ സാധിക്കണം. അതിന്റെ ആൻസർ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, സോ നമുക്ക് ഓരോ ആർട്ടിക്കിളിലേക്ക് മുന്നോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ജോഗ്രഫി റിലേറ്റഡ് ആണ്. സ്വെൽ വേവ്സ് ലൈക്ലി ടു സ്ട്രൈക്ക് കോസ്റ്റൽ ഏരിയാസ് ഓവർ ദ വീക്കെൻഡ് സേസ് ഇൻകോയ്സ് എന്നുള്ളതാണ്. ഇൻകോയ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയപ്പെടുന്നതാണ് ഇൻകോയ്സ്. അതായത് ഈ സ്വെൽ വേവ്സിനൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്യാനായിട്ട്, അതിന്റെ മോണിറ്ററിംഗ് ഒക്കെ തന്നെ ചെയ്യാനായിട്ടും കൃത്യമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ നൽകാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും ഇതിനെ വിലയിരുത്താൻ സാധിക്കും. ഇൻകോയ്സ് അഥവാ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിനെ വിലയിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരിക്കൽ ഈ പറഞ്ഞ പോലെ സ്വെൽ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു DNA ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ബേസിക്കലി വന്നിരിക്കുന്നത്. എന്നാലും ഈ പറഞ്ഞ പോലെ ഇത്രത്തോളം വാർത്ത വന്നിരിക്കുന്ന കാരണം നമുക്ക് പ്രിലിംസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാം. അതുകൊണ്ട് ജസ്റ്റ് അന്ന് കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒന്നുകൂടെ ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് ബേസിക്കലി കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് കിടക്കുന്ന മുമ്പ് ജസ്റ്റ് വേവ്സും ടൈഡ്സും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് പറയാനായിട്ട് പോകണം. വേവ്സും അതേപോലെ ടൈഡ്സ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രണ്ട് കമ്പോണൻസ് ആണ് ഈ വേവ്സും അതേപോലെ ടൈഡ്സും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത് രണ്ടും ചിലപ്പോൾ ഒരേ കാര്യം തന്നെയാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ രണ്ടും രണ്ട് കാര്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കാം. ഇതിനകത്ത് യൂഷ്വലി നമ്മൾ ടൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക സണ്ണിന്റെയും അതേപോലെ തന്നെ മൂണിന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് ആ ഒരു എഫക്ട് നമ്മുടെ എർത്തിന്മേൽ ഉണ്ടാകുമ്പോഴേക്കുമാണ് ആ ഒരു ടൈഡ്സ് ബേസിക്കലി കോസ് ചെയ്യുന്നത്. സോ ടൈഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലേക്ക് വരണം, ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ ആൻഡ് മൂൺ. ഓക്കെ, സൺ ആൻഡ് മൂൺ ഓൺ എർത്ത്. ഓക്കെ, ഈ ഒരു പോയിന്റ് എപ്പോഴും ടൈഡ്സ് എന്ന് പറയുമ്പോൾ വരണം. അത് മാത്രമല്ല ടൈഡ്സ് മൂലമാണ് ഈ പറഞ്ഞ പോലെ കടലിലെ വെള്ളത്തിന് ഈ പറഞ്ഞ പോലെ വാട്ടർ ലെവൽ റൈസും അതേപോലെ തന്നെ ഫോളും ഉണ്ടാകുന്നത്. വാട്ടർ ലെവൽ റൈസ് ആൻഡ് ഫോൾ ബേസിക്കലി ടൈഡൽ ആക്ഷൻ മൂലമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പോയിന്റ് ടൈഡ്സിനെ കുറിച്ച് ഓർത്തേക്കണം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ്സ് ആണ്. വേവ്സ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ആ ഒരു വാട്ടർ ലെവൽ റൈസും ഫോളും അതല്ല പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. ആ ഒരു അവിടെ ഉണ്ടാകുന്ന വാട്ടറിന്റെ തന്നെ ഒരു ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഫോർമേഷൻ ആണ് ബേസിക്കലി. ഒരു ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഫോർമേഷൻ ആണ് ബേസിക്കലി എവിടെ ഉണ്ടാകുന്നത്, വേവ്സിന്റെ കാറ്റഗറിയിൽ ബേസിക്കലി ഉണ്ടാകുന്നത്. സോ ഈ വേവ്സ് പ്രധാനമായിട്ടും രൂപപ്പെടുന്നത് വിൻഡ് ആക്ഷൻ മൂലമാണ്. ഓക്കെ, വിൻസിന്റെ ഈ പറഞ്ഞ സർഫസ് വിൻസ്, അതായത് ഇപ്പൊ സപ്പോസ് ഇതൊരു കടൽ ഈ പറഞ്ഞ പോലെ ടോപ്പ് ലെയർ ആണെന്ന് വിചാരിക്കാം. അതിന് മുകളിലൂടെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ സർഫസ് വിൻഡുകൾ അതിശക്തമായിട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ആ വിൻഡും അതിന്റെ ഈ വാട്ടറിന്റെ ടോപ്പ് ലെയറിലെ ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷനും മൂലം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വേവ്സ് രൂപപ്പെടുന്നുള്ള കാര്യം ഓർക്കാം. നോർമലി നമ്മൾ കാണുമ്പോഴേക്കുള്ള വേവ്സിന് ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. അടുത്തടുത്ത് ഈ പറഞ്ഞ പോലെ ഈ വേവ്സിന്റെ ട്രഫും ക്രസ്റ്റും രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്വെൽ വേവ്സിന്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട വ്യത്യാസം അവിടെയാണ് ഇരിക്കുന്നത്. ദേ ആർ ലോങ് വേവ് ലെങ്ത് വേവ്സ്. അതായത് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ വേവ് എന്ന് വിചാരിക്കുക. എന്നാൽ സ്വെൽ വേവ്സിന്റെ കാര്യത്തിൽ ഒന്ന് അതിന്റെ ഹൈറ്റും വ്യത്യാസം ഉണ്ടാവും, പിന്നെ അതിന്റെ ഫ്രീക്വൻസിക്കാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ഒരു വേവിന്റെ പോലെയല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫ്രീക്വൻസി ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ലോങ്ങർ ആണെന്നുള്ളൊരു പോയിന്റ് കൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. ഇനി മറ്റൊരു പ്രത്യേകത, നോർമൽ വേവ്സ് നമ്മൾ പറഞ്ഞു അത് ജസ്റ്റ് ഈ പറഞ്ഞ വിൻഡ് ആണ്, രണ്ടും വിൻഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ നോർമലി പറയുന്ന വേവ്സ് എന്ന് പറയുമ്പോഴേക്കും അത് ലോക്കൽ വിൻഡ്സ് ആയിരിക്കും. ആ ഒരു പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ലോക്കൽ ആയിട്ടുള്ള ആ ഒരു വിൻഡ് മൂലമൊക്കെയാണ് പലപ്പോഴും അവിടെ ആ ഒരു വേവ്സിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. പക്ഷേ സ്വെൽ വേവ്സ്
വേവ്സ് എന്ന് പറയുമ്പോഴേക്കും ലോക്കൽ വിൻസ് അല്ല പ്രധാനമായിട്ടും വരുന്നത്. അത് ആ ഒരു പ്രദേശങ്ങളിൽ നിന്ന് വളരെയധികം ദൂരം മാറി ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രതിഭാസം മൂലം ഉണ്ടാകുന്ന ഒരു വിൻഡിന്റെ സഹായത്താൽ രൂപപ്പെടുന്ന ഒരു വേവ് ആണ് സ്വെൽ വേവ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അത് ഡിസ്റ്റന്റ് ആയിരിക്കും. ഡിസ്റ്റന്റ് ആയിട്ടുള്ള വിൻഡ് ആക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. ലൈക്ക് ഹറിക്കെയിൻസ് ആകാം, അല്ലെങ്കിൽ ഈവൻ ലോങ് പീരീഡ്സ് ഓഫ് ഫിയേഴ്സ് ഗെയിൽ വിൻസ് ആകാം. അങ്ങനെ ആ ഒരു ലോക്കൽ ഏരിയയുടെ ഉണ്ടാകുന്ന വിൻഡിന്റെ ഒരു പ്രതിഭാസം മൂലം ഉള്ളതല്ല ഈ ഒരു സ്വെൽ വേവ്സ്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ഈ സ്വെൽ വേവ്സിനെ കള്ളക്കടൽ എന്ന് പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. ഇന്നാണെങ്കിൽ നമ്മുടെ ഇപ്പം ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ കേരള തീരങ്ങൾ, കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കോസ്റ്റിൽ ഈ പറഞ്ഞ പോലെയുള്ള ചില സംസ്ഥാനങ്ങളിലെ തീരങ്ങളിൽ ഈ ഒരു സ്വെൽ വേവ്സിന്റെ ഇതുണ്ടാകും എന്നുള്ള രീതിയിൽ ഇൻകോയ്സ് ഇന്നലെ വൈകിട്ട് വാർത്തകളിലൊക്കെ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വെൽ വേവ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ലോക്കൽ വിൻസ് അവിടെ വരുന്നില്ല, ലോക്കൽ വിൻസിന്റെ എഫക്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ബീച്ച് സൈഡുകളിലൊക്കെ പോകുമ്പോഴേക്കും അവർക്ക് ആ ഒരു കാറ്റിന്റെ ഒരു ശക്തി അവിടെ അറിയത്തില്ല. പക്ഷേ ദൂരെ എവിടെയോ ഉണ്ടാകുന്ന ആ ഒരു വിൻഡിന്റെ ആ ഒരു പ്രതിഭാസമാണ് ഈ സ്വെൽ വേവ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തിരമാലകൾക്ക് ഹൈറ്റ് വർദ്ധിക്കും. പെട്ടെന്ന് ഈ ഒരു സ്വെൽ വേവ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനെ മലയാളത്തിൽ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പലപ്പോഴും ഇന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ബേസിക്കലി ഇത് തന്നെയാണ്, ഈ സ്വെൽ വേവ്സ് തന്നെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഡ്യൂറിംഗ് സച്ച് സ്റ്റോംസ് ഹ്യൂജ് എനർജി ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം ദ എയർ ഇൻ ടു ദ വാട്ടർ, ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് വെരി ഹൈ വേവ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതിന്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ അതേപോലെ വേവ്സിന്റെ ഹൈറ്റും വളരെ കൂടുതലായിരിക്കും, നോർമലിനേക്കാൾ കൂടുതലായിരിക്കും. സച്ച് വേവ്സ് ക്യാൻ ട്രാവൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഫ്രം ദ സ്റ്റോം സെന്റർ അണ്ടിൽ ദേ സ്ട്രൈക്ക് ദ ഷോർ. അപ്പം വേറെ എവിടെയോ ദൂരെ 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഇതിന്റെ വിൻഡിന്റെ രൂപപ്പെടുന്നത്. പക്ഷെ അതിന്റെ എഫക്റ്റ് ഒരുപാട് കിലോമീറ്റേഴ്സ് അപ്പുറയുള്ള തീരങ്ങളിൽ പോലും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ഓർത്തിരിക്കണം. സ്വെൽസ് ഹാവ് എ നാരോവർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻസീസ് വളരെ കുറവാണ്, വേവ് ലെങ്ത് കൂടുതലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻസീസ് വളരെ കുറവാണ്. ആൻഡ് ഡയറക്ഷൻസ് ദാറ്റ് ലോക്കലി ജനറേറ്റഡ് വിൻഡ് വേവ്സ് ബിക്കോസ് സ്വെൽ വേവ്സ് ഹൗ ഡിസ്പേഴ്സ്ഡ് ഫ്രം ദർ ജനറേഷൻ ഏരിയ. അതായത് നമ്മൾ തൊട്ടും പറഞ്ഞ കാര്യം തന്നെയാണ്, ലോക്കൽ വിൻഡ് അല്ല അതിന് കാരണം. ദൂരെ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന ഇപ്പം എന്താ പറയുക, ഹറിക്കെയിൻസ് ആകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിൻഡുകളൊക്കെ ആകാം. ദെൻ ദേ ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ഡയറക്ഷൻ ദാറ്റ് ഡിഫർ ഫ്രം ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. നോർമലി നമ്മൾ കണ്ടുവരുന്നത് വേവ്സിന്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആ വിൻഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും വേവ്സ് മൂവ് ചെയ്യുന്നത്. പക്ഷേ സ്വെൽ വേവ്സിന്റെ കാര്യത്തിൽ ആ ഒരു പ്രത്യേകതയില്ല. വേവ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഇതിന് പോകണമെന്ന് ഒരു മീൻസ് വിൻഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ദേ ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ഡയറക്ഷൻ ദാറ്റ് ഡിഫർ ഫ്രം ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക. സോ നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള സ്വെൽ വേവ്സിനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സ്വെൽ സർജ് ഫോർകാസ്റ്റ് സിസ്റ്റം ഒക്കെ തന്നെയുണ്ട് അണ്ടർ ദ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇൻകോയ്സ്. 2020 സ്ഥാപിച്ചതാണ് ആ സെന്റർ ഒക്കെ തന്നെ, ആ ഒരു സിസ്റ്റം ഒക്കെ തന്നെ. സോ ആ സിസ്റ്റത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടും കാര്യങ്ങളും മീൻസ് മുന്നറിയിപ്പുകളൊക്കെ വന്നിരിക്കുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വ്യത്യാസം ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് ഇപ്പം ലോക്കൽ വിൻസ് നമുക്ക് കാണാൻ സാധിക്കും. നോക്കി അവിടെ വളരെ ഈ പറഞ്ഞ പോലെ വേവ് ലെങ്ത് കുറഞ്ഞ്, ഈ പറഞ്ഞ കമ്പയർ ടു ഈ ഒരു സ്വെൽ വേവ്സിനേക്കാളും വേവ് ലെങ്ത് വളരെ കുറഞ്ഞ് അത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതാണ് ഈ ഒരു നമ്മുടെ ലോക്കൽ വേവ്സ് എന്ന് പറയുവാണെങ്കിൽ ലോക്കൽ വിൻസിന്റെ സഹായത്താൽ രൂപപ്പെടുന്നു. എന്നാൽ സ്വെൽ വേവ്സ് കാണാൻ അറിയാം, സ്വെൽ വേവ്സ് ആർ സബ്സ്റ്റെയിനിങ് ആൻഡ് ജനറേറ്റഡ് ബൈ എനർജി ബിനീത് ദ ഓഷ്യൻ സർഫസ്, നോ ലോങ്ങർ നീഡിങ് ലോക്കൽ വിൻഡ്. ലോക്കൽ വിൻഡിന്റെ ഒരു സഹായം അവിടെ അധികം വരുന്നില്ല. ഓക്കെ, സോ എന്തായാലും ഇപ്പം നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ GS പേപ്പർ 2 ഗവേണൻസ് ഈ ടോപ്പിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യ പ്രസ് ഫ്രീഡം സ്കോർ ഫെൽ ഓവർ ദ ലാസ്റ്റ് ഇയർ. RSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നുള്ളതാണ് ബേസിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നാണ് അതിനെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രണ്ടിയേഴ്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഇവിടുന്ന് പ്രിലിംസിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണെന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക. പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ്. സോ ഇന്ത്യയുടെ റാങ്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം 161, 2023 ഇത് ആനുവലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. 2023 161ാമത്തെ റാങ്ക് ആയിരുന്നു. അവിടെ നമ്മൾ 2 സ്പോട്ട് മെച്ചപ്പെടുത്തി 159ലേക്ക് ഈ ഒരു വർഷം മാറിയിട്ടുണ്ട്. സോ നൗ ഈ ഇന്ത്യയുടെ റാങ്കിങ് 159 ആണെന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണല്ലോ, ഈ റിപ്പോർട്ടിനകത്ത് ഫസ്റ്റ് പ്ലേസ് കിട്ടിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡെൻമാർക്ക് എന്നുള്ള ടോപ്പിക് എന്നുള്ളവർ മനസ്സിലേക്ക് വെച്ചേക്കുക. അവർക്കാണ് ഇതിനകത്ത് ഫസ്റ്റ് പ്ലേസ് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു അത്രയും കാര്യം നോർവേയും ഡെൻമാർക്കുമാണ്, നോർവേയും അതേപോലെ ഡെൻമാർക്കുമാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് ടോപ്പ് വന്നിരിക്കുന്നത്. ഏറ്റവും ബോട്ടത്തിൽ വന്നിരിക്കുന്നത് വൈൽ എറിട്രിയ വാസ് അറ്റ് ദ ബോട്ടം. ഓക്കെ, അതിന് തൊട്ട് മുമ്പിൽ ഇപ്പം വാർത്തയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സിറിയ അതിന്റെ തൊട്ട് മുകളിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പൊസിഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എല്ലാം വേണ്ട, ടോപ്പും അതേപോലെ തന്നെ ബോട്ടത്തിലെ പൊസിഷനും പിന്നെ ഇന്ത്യയുടെ തീർച്ചയായിട്ടും നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയും കാര്യം 180 രാജ്യങ്ങളെയാണ് ഇതിനകത്ത് പരിഗണിച്ചിരിക്കുന്ന ഒരു പോയിന്റ് കൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ,
സോ ഇതിന്റെ പോയിന്റിൽ നമ്മൾ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. ഇനി എന്തിനാണ് രണ്ടാമത്തെ പോയിന്റ് ആണ്, എന്തിനാണ് ഇങ്ങനെയുള്ള ഫ്രീഡം ഓഫ് പ്രസും കാര്യങ്ങളിലൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഫ്രീ പ്രസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെമോക്രസിയുടെ ഒക്കെ തന്നെ 3 പില്ലേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു പില്ലർ കൂടി, ഒരു ഫോർത്ത് പില്ലർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആരെയും പ്രസിനെ കുറിച്ച്, അല്ലെങ്കിൽ മീഡിയയെ കുറിച്ചിട്ട്. സോ ആ മീഡിയയിലൂടെയാണ് ഇപ്പം സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആര് മുഖാന്തരമാണ്, മീഡിയ മുഖാന്തരമാണ്. സോ ആ മീഡിയയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങളിലേക്ക് എല്ലാവിധ കാര്യങ്ങളും കറക്റ്റായിട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലും കറപ്ഷൻസ് ഇല്ലാത്ത നല്ലൊരു ഭരണം ഗവൺമെന്റ് കാഴ്ചവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആര് തന്നെ വേണം, ഫ്രീ പ്രസിന്റെ ഒരു അവൈലബിലിറ്റി ഇവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. സോ എന്തുകൊണ്ടാണ് വാട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീ പ്രസ് ഫോർ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു രാജ്യത്തും ഫ്രീ പ്രസിന്റെ ആവശ്യമാണ്. ഡെമോക്രസിയും അക്കൗണ്ടബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് വേണം, തീർച്ചയായിട്ടും വേണം. രണ്ടാമത് ഇൻഫർമേഷൻ ഡെസിമിനേഷൻ, അതായത് സിറ്റിസൺസ്, ഇറ്റ് ഹെൽപ്പ് സിറ്റിസൺസ് സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് ദ കറണ്ട് ഇവന്റ്സ്. നമ്മുടെ രാജ്യത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ലോകത്തായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അതിനെക്കുറിച്ച് സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ടും ആരുടെ പ്രസൻസ് ഇവിടെ വേണം, മീഡിയയുടെ പ്രസൻസ് വേണം. ദെൻ ചെക്ക് ഓൺ പവർ, അതായത് സർക്കാരാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അധികാരം ദുരുപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കറപ്ഷൻസ് നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആര് മുഖാന്തരമാണ്, ഈ ഒരു പ്രസ് മുഖാന്തരം തന്നെയാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇങ്ങനെയുള്ള കറപ്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ടും ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കുമാണ് ഗവൺമെന്റ് കൂടുതലും ട്രാൻസ്പെറന്റും അക്കൗണ്ടബിളുമായിട്ട് മാറുന്നത്. ദെൻ പല ഭാഗങ്ങളിൽ നിന്നുള്ള വോയിസസ്, ഡൈവേഴ്സ് വോയിസസ്, അതായത് ഇപ്പം ഗവൺമെന്റിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഓരോ തീരുമാനങ്ങളിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഏതിനും ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ മീഡിയയെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾ നല്ല രീതിയിൽ പ്രതിഷേധിക്കുന്ന എന്തെങ്കിലും നിയമങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ, ഒരു ഡേറ്റ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഗവൺമെന്റ് ഏതിലൂടെ സഹായിക്കും, മീഡിയയുടെ സഹായത്തോടെ സാധിക്കുന്നതാണ്. അത് ജനങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും സർക്കാരിന് അറിയാനായിട്ട് സാധിക്കും. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെങ്കിൽ ഏത് വേണം, ഫ്രീ പ്രസിന്റെ അവൈലബിലിറ്റി കൃത്യമാണ്, വേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഫ്രീ പ്രസ്, അല്ലെങ്കിൽ ആ പ്രസ് ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ നടപ്പാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള ഡേറ്റാസും UPSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഫാക്ടുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പ്രസ് കൗൺസിൽ ആക്ട് 1978 പ്രകാരം രൂപപ്പെടുത്തിയിരിക്കുന്ന ബോഡിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഏതെങ്കിലും ഒരു ആക്ടിന്റെ പിൻബലമാണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ബോഡീസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഇറ്റ് ആക്ട്സ് ആസ് എ വാച്ച് ഡോഗ് ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് പ്രസ് ഫ്രീഡം ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ജേർണലിസവും അതേപോലെ എത്തിക്കൽ ആയിട്ടുള്ള ജേർണലിസവും പ്രസ് ഫ്രീഡം പ്രൊമോട്ട് ചെയ്യാനുള്ള ഇന്ത്യയിലെ വാച്ച് ഡോഗാണ് ഇത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രസും കാര്യങ്ങൾ, അല്ലെങ്കിൽ മീഡിയാസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മിനിസ്ട്രി തന്നെയുണ്ട്, നോൺ ആസ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ദെൻ ഈ പറഞ്ഞ പോലെ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ നമുക്ക് രാജ്യത്തുണ്ട്. എഡിറ്റേഴ്സിന്റെ ഈ പറഞ്ഞ പോലെ വോളണ്ടറി അസോസിയേഷൻ ഓഫ് എഡിറ്റേഴ്സ് ഓഫ് ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, അവരുടെ അസോസിയേഷനാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ. ദെൻ ഇന്ത്യയുടെ ലീഗൽ സിസ്റ്റം തന്നെ ഇറ്റ്സ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ അപ്ഹോൾഡിംഗ് പ്രസ് ഫ്രീഡം. കോർട്സ് ഹാവ് ദ അതോറിറ്റി ടു അഡ്രസ് വയലേഷൻസ് ഓഫ് പ്രസ് ഫ്രീഡം. പ്രസ് ഫ്രീഡത്തെ അഡ്രസ് ചെയ്യാനുള്ള അധികാരം നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്, കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ലീഗൽ സിസ്റ്റം ആണെങ്കിലും ഫ്രീ പ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ആണ്, 950 കേസാണ് സുപ്രീം കോടതിയിൽ. രമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ്. ഒബ്സർവ് ദാറ്റ് ഫ്രീഡം ഓഫ് ദ പ്രസ് ലേ അറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. എല്ലാ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷന്റെയും ബേസിക് ഫൗണ്ടേഷൻ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രീഡം ഓഫ് പ്രസ് ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് വന്ന കേസാണ് രമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഇത്രയും കാര്യങ്ങൾ ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിനൊക്കെ തന്നെ ആവശ്യം വരും. അതേപോലെ മെയിൻസിന് ആവശ്യം വരുന്നത് ഈ ഒരു ഫ്രീഡം ഓഫ് പ്രസിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യം വരുമ്പോഴേക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതണം. ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് പ്രസിനെ അടിസ്ഥാനമാക്കിയുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്, എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രീ പ്രസിന്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ റീസെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രസ് ഇൻഫർമേഷൻ ഫ്രീഡം, ആ ഒരു ഡേറ്റയെ കുറിച്ചിട്ട്, ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടും നമുക്ക് പരാമർശിക്കുന്ന മെയിൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് പ്രിലിംസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. മാർച്ച് മൈനിങ് ഔട്ട്പുട്ട് ഗ്രോത്ത് സ്ലോസ് ടു 1.2% ഇൻ സിഗ്നൽ ഫോർ IIP. IIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇത് മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാണ് തുടങ്ങിയുള്ള മെയിൻ പോയിന്റുകളാണ് നമ്മൾ വ്യക്തമായിട്ടും പഠിക്കേണ്ടത്. കാരണം എല്ലാ മാസം പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ ചില മാസങ്ങളിൽ ഗ്രോത്ത് കുറവായിരിക്കും, എന്നാൽ അടുത്ത മാസം ചിലപ്പോൾ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഗ്രോത്തിന്റെ വാല്യൂവിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ആ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്, എന്തൊക്കെയാണ് അതിനകത്ത് കീ പ്രൊവിഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ
എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ തന്നെ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തെയും ഗ്രോത്തിനെ മെഷർ ചെയ്യാൻ നമുക്ക് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സെക്ടർ കൂടിയായിരിക്കും ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ സെക്കൻഡറി സെക്ടർ. അപ്പോൾ അവിടുത്തെ ഗ്രോത്ത് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് തന്നെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുമൂലം ആ രാജ്യത്തിന് ഡിമാൻഡ് ഉണ്ടായിരിക്കും, സാധനങ്ങൾക്ക് കൂടുതൽ വാങ്ങാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കൊക്കെയാണ് ആ രാജ്യത്തിന് പുരോഗതിയിലേക്ക് ഗ്രോത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ എപ്പോഴും നമ്മളൊരു പ്രൈം ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ കണക്കാക്കുന്നു. അതിന്റെ ഡേറ്റാസ് എല്ലാ മാസവും കളക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക. സോ വൺ ഓഫ് ദ പ്രൈം ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ. സോ ആ ഒരു ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അതോറിറ്റി ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSO. അവരാണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുക. എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത്? മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ചിലപ്പോൾ നമുക്ക് പ്രിലിംസിനൊക്കെ ഇത് ആനുവലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബൈ മന്ത്ലി പബ്ലിഷ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പബ്ലിഷ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടൊക്കെ തന്നേക്കാം. ഇത് മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കും. അതായത് നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട്, കമ്പാരിസൺ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഗ്രോത്ത് കൂടിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയും നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വർഷങ്ങളെയാണ് ബേസ് ഇയർ എന്നറിയപ്പെടുന്നത്. കറന്റ് നമ്മൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സീരീസിലെ ബേസ് ഇയർ ആയിട്ട് എടുത്ത് 2011-12 ഫിനാൻഷ്യൽ ഇയറിനെയാണ്. സോ ആ ഒരു ഇയറിന്, ആ ഒരു ബേസ് ഇയറിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ 100 കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഡേറ്റയിലേക്കുള്ള ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യും. ഇപ്പോൾ സപ്പോസ് കറണ്ട് IIP അഥവാ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ റീഡ് ചെയ്യുന്ന ഡേറ്റ വാല്യൂ 116 എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയും ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് 16% കമ്പയർഡ് ടു ദ ബേസ് ഇയർ. ഇത് മന്ത്ലി അങ്ങോട്ട് കമ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി ഇതേപോലെ തന്നെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ കീഴിലേക്ക് അതുപോലെ നമ്മൾ മെഷർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾ. എന്നാൽ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. നമ്മളൊന്നും പറഞ്ഞിരുന്നു, വളരെ തവണ ഈ പറഞ്ഞ പോലെ UPSC ചോദിച്ചിട്ടുള്ളതാണ്. പല PYQസിൽ നിങ്ങൾക്ക് ഈ ചോദ്യം കാണാനായിട്ട് സാധിക്കും, ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ട്. അപ്പം ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. തൊട്ട് മുമ്പത്തെ നമ്മുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പബ്ലിഷ് ചെയ്യുന്ന CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്, അതായത് 8 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അത് ആ 8 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഏതൊക്കെയെന്ന് മനസ്സിലേക്ക് വെച്ചേക്കണം. കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം റിഫൈനറി പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 8 ഇൻഡസ്ട്രീസിന്റെയും ഈ പറഞ്ഞ ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് വെയിറ്റേജ് തൊട്ട് ലോവസ്റ്റ് വെയിറ്റേജ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഇതിപ്പോൾ ഓർഡർ അല്ല, ജസ്റ്റ് ആ 8 ഇൻഡസ്ട്രീസ് ഇങ്ങനെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത് പെട്രോളിയം റിഫൈനറി പ്രൊഡക്ട്സ് ഇൻഡസ്ട്രീസ് ആണ്. ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസിനുമാണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റത്തെ ആർട്ടിക്കിളാണ്, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് ഇസ് ദ ഇയർ ടു ഗെറ്റ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ബാക്ക് ഓൺ ട്രാക്ക് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആ ഒരു ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഈ ഒരു ആർട്ടിക്കിളിനെ പഠിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമ്മൾ ബോത്ത് പ്രിലിംസിനും അതേപോലെ തന്നെ മെയിൻസിനും പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ ഗോൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് നമ്മൾ ഡിസീസ് പ്രിവെൻഷൻ, വാക്സിനേഷൻ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എടുത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. സോ ആ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് നമുക്കുള്ളത് 17 ഗോളുകളാണ്. 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യേണ്ട ഗോളുകളാണ് ഇവയൊക്കെ തന്നെ. ആ ഒരു 17 ഗോളിനകത്തും ഈ ഒരു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 14 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് നമുക്ക് അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് 17 ഡെവലപ്മെന്റ് ഗോൾസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ആണ് നോ പോവർട്ടി. അതേപോലെ ഏറ്റവും ലാസ്റ്റ് 17 പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസിനെ കുറിച്ചിട്ടും സൂചിപ്പിക്കുന്നു. സോ ഇതിനകത്തൊരു ഓവർവ്യൂ നമുക്ക് നോക്കണം. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഓവർവ്യൂ പറയുകയാണ്. ടു ബ്രിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ദ മെയിൻ സ്ട്രീം, യുണൈറ്റഡ് നേഷൻസ് UN ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത് 2015 ലോഞ്ച് ചെയ്തത്. ഇതിന്റെ എൻഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് 2030 ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ ദി യൂണിവേഴ്സൽ ഇന്റഗ്രേറ്റ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് അജണ്ട എയിംസ് ടു സ്പെർ ആക്ഷൻ ദാറ്റ് വിൽ എൻഡ് പോവർട്ടി ആൻഡ് ബിൽഡ് എ മോർ സസ്റ്റൈനബിൾ വേൾഡ് ഓവർ ദ നെക്സ്റ്റ് 15 years. 2015 ലോഞ്ച് ചെയ്തപ്പോഴേക്കും അടുത്ത 15 വർഷത്തിനുള്ളിൽ മോർ സസ്റ്റൈനബിൾ വേൾഡ് വേണം. കാരണം എന്തിനാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള റിസോഴ്സ് ഒന്നും നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, അത് വരാൻ പോകുന്ന തലമുറകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിനെ ഓവർ യൂസ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എല്ലാം അതിന് കൃത്യമായുള്ള രീതിയിൽ മാത്രമേ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അല്ലെങ്കിലാണ് നമ്മൾ ഇങ്ങനെ കാണുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ തന്നെ നമുക്ക് വിറ്റ്നസ് ചെയ്യേണ്ടി വരുന്നത്. സോ അത്തരത്തിൽ ഒരു സസ്റ്റൈനബിൾ വേൾഡിനെ ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്
ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന 17 ഗോളുകളാണുള്ളത്. ഇവയിലൊക്കെ തന്നെയായിട്ടും നമുക്ക് 169 ടാർഗറ്റുകളാണ് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത് ബൈ 2030. ദെൻ ഈ ലാസ്റ്റ് പോയിന്റ് കൃത്യമായിട്ടും പരീക്ഷയ്ക്ക് ഓർത്തിരിക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആർ നോട്ട് ലീഗലി ബൈൻഡിങ്. ഈവൻ ദോ ഈ 17 ഗോൾ UN മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും ലീഗലി ബൈൻഡിങ് അല്ല. അപ്പം രാജ്യങ്ങൾക്ക് അവരുടെ താല്പര്യം പരിഗണിച്ചിട്ട് ഇതിലേക്ക് മുന്നോട്ട് വരണം. ഇതൊരു അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വോളണ്ടറി നേച്ചർ ഇതിനകത്ത് കാണാൻ സാധ്യത. നോട്ട് ലീഗലി ബൈൻഡിങ് എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കണം. ഇനി അടുത്തതാണ് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ തൊട്ടും പറഞ്ഞല്ലോ, എന്തിനാണ് നമുക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെടുത്ത് നോക്കിയാൽ ഇപ്പം നമ്മളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ലോകത്ത് നിന്ന് 1 മില്യൺ സ്പീഷീസ് ആണ് എക്സ്റ്റിൻഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. എപ്പം വേണമെങ്കിലും ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നിൽക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട രീതിയിൽ 1 മില്യൺ സ്പീഷീസ് ആണ് നിലകൊള്ളുന്നത്. എക്സ്റ്റൻഷൻ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് മോർ ദാൻ 60% വേൾഡ്സ് മറൈൻ ഫിഷറീസിന്റെ മൊത്തത്തിൽ 60% ഡിക്ലൈനേഷൻ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദെൻ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ഫുഡ് പ്രൊഡക്ഷൻ ആണെങ്കിലും ഓവർ ദ നെക്സ്റ്റ് 40 years അറ്റ് എ ടൈം വെൻ ഓൾമോസ്റ്റ് 3% വേൾഡ് അഗ്രികൾച്ചർ ലാൻഡ് ഹാസ് ബീൻ ഡിഗ്രേഡ്. അതായത് ഫുഡ് പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ വേൾഡ് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അടുത്ത 40 വർഷത്തിനിടയിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യണം എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ലോകത്തിൽ ഇപ്പോഴും തന്നെ 23% അഗ്രികൾച്ചർ ലാൻഡും എന്ത് ചെയ്യപ്പെട്ടു, ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെക്കുക. അപ്പോൾ എങ്ങനെ അടുത്ത 40 വർഷത്തിനുള്ളിൽ ഫുഡ് പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ദെൻ വാട്ടർ സ്കേസിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശങ്ങളിലും വാട്ടർ സ്കേസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ റൈസ് വരുന്നു. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും എക്സ്ട്രീം വെതർ ഇവന്റ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് റൈസിംഗ് സീ ലെവലുകൾ നമ്മൾ പലയിടങ്ങളിലും വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഐലൻഡ് നേഷൻസ് ഇപ്പോൾ അവരുടെ എൻറ്റയർ നേഷൻ തന്നെ വെള്ളത്തിനടിയിലേക്കാകുന്ന, അതായത് കടലിനടിയിലാകുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾക്കും കാരണം നമ്മുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ ആണ്. ഇതിനെ മാറ്റണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് തന്നെ വേണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെ വേണം. ഓക്കെ, സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പറയും ഇപ്പൊ 17 ഗോളുകളൊക്കെ ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നുണ്ട്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കോർ എലമെന്റ്സ് മനസ്സിലാക്കിയിരിക്കണം. 3 പ്രധാനപ്പെട്ട കോർ എലമെന്റ്സ് ആണുള്ളത്. ഒന്ന് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, ദെൻ സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഈ 3 കോർ എലമെന്റ്സ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാഗമായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ അടുത്തതായിട്ട് ഇത് റീസെന്റ് കഴിഞ്ഞ മാസം വന്നൊരു ആർട്ടിക്കിൾ ആണ്. ഇതൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. കാരണം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ UN പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് റിപ്പോർട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ലാസ്റ്റ് 2023 റിപ്പോർട്ട്, 2023 റിപ്പോർട്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ മാർച്ചിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം ഈ പറഞ്ഞ 112 ആണ്. 166 രാജ്യങ്ങളിൽ 112ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് മുകളിൽ നമ്മുടെ ഒരുപാട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യക്കാൾ മുകളിൽ ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. 61st രാജ്യമായിട്ട് മീൻസ് റാങ്കിൽ കിടക്കുന്ന തൊട്ടടുത്തുള്ള നമ്മുടെ ഭൂട്ടാനാണ്. ആൻഡ് ഭൂട്ടാനാണ് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. ആ പോയിന്റ് ഒക്കെ പ്രിലിംസിന് മനസ്സിലാക്കിയിരിക്കണം. മാൽദീവ്സിന്റെ റാങ്കിങ് 68 ആണ്. ശ്രീലങ്ക 83rd ഉണ്ട്. നേപ്പാൾ 99 ഉണ്ട്. ദെൻ ബംഗ്ലാദേശ് 101st ആണ്. ഇന്ത്യയുടെ സ്ഥാനം നോക്കുവാണെങ്കിലും നമ്മൾ പറഞ്ഞു 112ാമത്തെ സ്പോട്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഇന്ത്യയെക്കാളും മോശം ഒരു സ്പോട്ടിലായിരുന്നു. 128 ആ റേഞ്ചിലേക്കായിരുന്നു പാകിസ്ഥാന്റെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നോക്കുവാണെങ്കിൽ 2023 നമുക്ക് ഈ പറഞ്ഞ പോലെ 63.45% സ്കോർ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷം 60% ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഇന്ത്യ സ്മോൾ ഇംപ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റിൽ ഇന്ത്യക്ക് പുരോഗമിക്കാനായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ റെഡ്യൂസിംഗ് ഇൻഇക്വാളിറ്റീസ്, ലൈഫ് ഓൺ ലാൻഡ്, റെഡ്യൂസിംഗ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് ലൈഫ് ഓൺ ലാൻഡ്. ഇന്ത്യയുടെ പെർഫോമൻസ് ആ മേഖലയിൽ കുറച്ച് പ്രശ്നമായിട്ടാണ്, ഡിറ്റീരിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിലൊക്കെ കുറച്ചുകൂടി ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വരാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറഞ്ഞാൽ കൺസർവിംഗ് ബയോഡൈവേഴ്സിറ്റി ആണ്. ആ മേഖലയിലാണ് ഈ പറഞ്ഞ ഇന്ത്യ ആ ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ അവിടെ കുറച്ചുകൂടി നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ടുണ്ട്. സോ ദെൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച മേഖല നോ ഹങ്കർ, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ആ മേഖലകളിലാണെങ്കിലും ആ മേഖലകളിൽ കാഴ്ചവെച്ച അവിടെ മുൻ വർഷങ്ങളിലെ പോലെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് ഒരു പെർഫോമൻസ് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന്. എന്നാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിലായി ഓൺ ട്രാക്ക് എന്ന് പറയാൻ പറ്റും നമ്മുടെ പോവർട്ടി, സസ്റ്റൈനബിൾ കൺസംഷൻ. ആ ഒരു കാര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ പോവർട്ടിയും സസ്റ്റൈനബിൾ കൺസംഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും പോവർട്ടി നോക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് നമുക്ക് കാണാനായിട്ട് നോ പോവർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. സീറോ ഹങ്കർ, നോ പോവർട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ മേഖലകളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് ഓൺ ട്രാക്ക് ആണ് നമ്മൾ വിലയിരുത്തുന്നത്. എന്നാൽ കുറേയധികം മേഖലകൾ, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഈ പീസും കാര്യങ്ങൾ, ജസ്റ്റിസ്, അങ്ങനെയുള്ള ഇക്വാളിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വാർത്തയിലൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മേഖലകളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് കുറച്ച് മോശമായിട്ടുണ്ട്. അവിടെയും കൂടെ ഇന്ത്യക്ക് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ഇന്ത്യക്ക് ഈ ഒരു ഇൻഡെക്സിനകത്ത്, UN പബ്ലിഷ് ചെയ്യുന്ന ഇൻഡെക്സിനകത്ത് കാഴ്ചവെക്കാൻ പറ്റും. ഇനി അത് ഇൻഡെക്സിന്റെ കാര്യം മാത്രമല്ല, നമുക്ക് ലോകത്തിലെ
ഇന്ത്യയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനായിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്തണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി നമ്മുടെ ലാസ്റ്റ് MCQ സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 2 സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഏതാണ് ആൻസർ തോന്നുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ആൻസർ എങ്കിൽ A ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് B ഓപ്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. രണ്ടും ശരിയാണെങ്കിൽ C ഓപ്ഷൻ, 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് D ഓപ്ഷൻ ആണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ആ ഒരു സ്ലൈഡ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ആർട്ടിക്കിളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇത്രയും ടോപ്പിക് ആയിരുന്നു DNA നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്